ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ സായിബാബ ടെമ്പിളിലോട്ട് പോവുകയാണ്. തേഴ്സ്ഡേ ആയതുകൊണ്ട് അവിടെ വിശേഷമുള്ള ദിവസമാണ്. ഞാനും മോളും മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ സ്കൂട്ടറിലാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ സായിബാബിന്. തേഴ്സ്ഡേ ആയതുകൊണ്ട് കുറച്ച് ഞാൻ എപ്പോഴും വിചാരിക്കും പോകുന്നത്, പക്ഷേ എനിക്ക് ഇപ്പോഴാണ് പറ്റിയത്. അപ്പം ഇന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ച്. എനിക്ക് അറിഞ്ഞൂടാ അവിടെ പൂജ സമയമാണോ എന്താണെന്ന് ചെന്ന് നോക്കട്ടെ. ബൈ. എല്ലാ തേഴ്സ്ഡേയിലും സായിബാബ ടെമ്പിളിൽ ഭയങ്കര വിശേഷമാണ്. ഈവനിങ് തേഴ്സ്ഡേ മാർക്കറ്റുണ്ട്. വില കുറച്ച് നമുക്ക് ഒത്തിരി സംഭവങ്ങൾ കിട്ടും, നമുക്ക് മേടിക്കുകയും ചെയ്യാം. എൻ്റെ ഹോസ്പിറ്റൽ സായിബാബ ടെമ്പിളിൻ്റെ അടുത്താണ്, ഞാനിപ്പോൾ കാണിക്കുന്നില്ലേ അതിൻ്റെ താഴെ ഏലം ആയുഷ്, അവിടെയായിരുന്നു ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു, പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ ഏകദേശം 1 വർഷം അവിടെ വർക്ക് ചെയ്തിട്ട് പോലും ഞാനിവിടെ വന്നില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന ആ സമയം എനിക്ക് ടൈം ആയിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് വരാൻ തോന്നി. ഞാൻ എല്ലാ ആഴ്ചയിലും വിചാരിക്കും വരണമെന്ന്. പക്ഷേ ഇന്ന് എനിക്ക് എന്താ തോന്നി, ഞാൻ വന്നു. എനിക്ക് വിശ്വാസമുണ്ട് സായിബാബേനെ. ഇവിടെ ചെന്നൈയിൽ കുറേ സ്ഥലങ്ങളുണ്ട് സായിബാബ ടെമ്പിളിൽ. ഞാൻ മൈലാപ്പൂരിലും പോയിട്ടുണ്ട്. ഈ അമ്പത്തൂരിൽ ഇവിടെ ആദ്യമായിട്ട്, എൻ്റെ വീടിൻ്റെ അടുത്ത് 2 കിലോമീറ്ററുള്ള ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മളെ നാട്ടിൽ ക്ഷേത്രങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല തിരക്കായിരിക്കും ഈ സമയത്ത് വരുമ്പോഴത്തേക്ക്. പക്ഷേ രാവിലെയൊക്കെ ഭയങ്കര തിരക്ക്, വൈകുന്നേരം ആയിരിക്കും ഭയങ്കര തിരക്ക്. ഈ തേരിൽ സായിബാബിനെ കൊണ്ടുപോകുന്നതൊക്കെ ഉണ്ട്, അത് ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ വൈഷ്ണവിന് ഇങ്ങനത്തുള്ള ക്ഷേത്രങ്ങളൊക്കെ വന്നാൽ നമ്മളുടെ അതേ വൈബ് അവളും അങ്ങ് എടുത്തോളും കേട്ടോ. പിന്നെ നമ്മളുടെ നാട്ടിലെ പോലെ അന്നദാനം പോലെ ഇവിടെയും നമുക്ക് ഫുഡ് കിട്ടും. ഇവിടെ വെറൈറ്റി റൈസസ് ആയിരിക്കും, ബ്രിഞ്ചി അങ്ങനെയൊക്കെ എന്തെങ്കിലും പറയുന്ന വെറൈറ്റി റൈസസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. താണ്ടെ ഇത് ഡ്രെയിനേജ് എടുക്കുന്ന വണ്ടിയാണ്. വൈഷു അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ, ഞാൻ വിളിച്ചിട്ട് വരാതെ. പിന്നെ എങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ട് പോയി അവളെയും കൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ഇതൊരു ചെറിയൊരു മിനി വ്ളോഗായിരുന്നു. ബൈ. അപ്പം